ഹായ്, വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ഭാഗത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് വാതകമാണ്? ഉത്തരം ഹൈഡ്രജൻ. രണ്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമേത്? ഉത്തരം നൈട്രജൻ. ചോദ്യം നമ്പർ 3, ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏത്? ഓക്സിജൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? അലൂമിനിയം. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിൽ വസ്തുക്കൾ കൂടുതലും സ്ഥിതി ചെയ്യുന്നത് പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലാണ്? ഉത്തരം പ്ലാസ്മ. അടുത്ത ചോദ്യം, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളിൽ ഒന്നായ കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം എന്ത്? സോഡിയം ക്ലോറൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 7, സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള ലവണമേത്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. ഭക്ഷ്യവസ്തുക്കളിൽ രുചി കൂട്ടാൻ ചേർക്കുന്ന രാസവസ്തുവേത്? അജിനോമോട്ടോ. അടുത്ത ചോദ്യം, അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അടുത്ത ചോദ്യം, എല്ലുകൾ, പല്ലുകൾ എന്നിവയുടെ നിർമ്മിതിയിലെ പ്രധാന രാസവസ്തു ഏത്? ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ്. ചോദ്യം നമ്പർ 11, വെള്ളത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന രാസവസ്തുവേത്? ഉത്തരം വെള്ള ഫോസ്ഫറസ്. ക്വസ്റ്റ്യൻ നമ്പർ 12, വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവേത്? ഉത്തരം ബ്ലീച്ചിങ് പൗഡർ. അടുത്ത ചോദ്യം, സോഡിയം, കാൽസ്യം എന്നിവയുടെ ഹൈപ്പോക്ലോറേറ്റുകൾ എങ്ങനെ അറിയപ്പെടുന്നു? ഉത്തരം ബ്ലീച്ചിങ് പൗഡർ. അടുത്ത ചോദ്യം, കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന രാസവസ്തുവേത്? ഉത്തരം തുരിശ്. അടുത്ത ചോദ്യം, നീല നിറമുള്ളതിനാൽ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് എന്ത്? തുരിശ്. അടുത്ത ചോദ്യം, തുരിശിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം കോപ്പർ സൾഫേറ്റ്. 17ാമത്തെ ചോദ്യം, പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപമേത്? ഉത്തരം ഗ്രാഫൈറ്റ്. അടുത്ത ചോദ്യം, കാർബണിന്റെ പ്രധാന രൂപാന്തരണങ്ങൾ ഏതെല്ലാം? വജ്രം, ഗ്രാഫൈറ്റ്. അടുത്ത ചോദ്യം, സിങ്ക് ഫോസ്ഫൈഡ് എന്ന രാസവസ്തുവിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ഉത്തരം എലിവിഷം. ചോദ്യം നമ്പർ 20, പിത്തള, ചെമ്പ് പാത്രങ്ങളെ ബാധിക്കുന്ന ക്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ബേസിക് കോപ്പർ കാർബണേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 21, കൃത്രിമമായി മഴ പെയ്യിക്കാൻ മേഘങ്ങളിൽ വിതറുന്ന രാസവസ്തുവേത്? ഉത്തരം സിൽവർ അയോഡൈഡ്. അടുത്ത ചോദ്യം, വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നത് സസ്യ എണ്ണയിലൂടെ ഏത് വാതകം കടത്തിവിട്ടാണ്? ഉത്തരം ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, മിന്നാമിനുങ്ങുകളുടെ തിളക്കത്തിനു കാരണമായ രാസവസ്തുവേത്? ഉത്തരം ലൂസിഫെറിൻ. അടുത്ത ചോദ്യം, ജലത്തിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്ത ചോദ്യം, അമോണിയയിലെ ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം നൈട്രജൻ, ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, മണ്ണെണ്ണയിലെ ഘടകങ്ങൾ ഏവ? കാർബൺ, ഹൈഡ്രജൻ. ചോദ്യം നമ്പർ 26, രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവേത്? ഉത്തരം മോണോസോഡിയം സിട്രേറ്റ്. അടുത്ത ചോദ്യം, കലാമൈൻ ലോഷനിൽ അടങ്ങിയിട്ടുള്ള പ്രധാന രാസവസ്തുവേത്? ഉത്തരം
സിങ്ക് ഓക്സൈഡ്. ചോദ്യം നമ്പർ 28. മുളകിന് എരിവ് നൽകുന്ന ഘടകം ഏതാണ്? ഉത്തരം കാപ്സൈസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. മൊബൈൽ ഫോണുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ബാറ്ററി ഏത്? ഉത്തരം ലിഥിയം അയോൺ ബാറ്ററി. അടുത്ത ചോദ്യം, മൊബൈൽ ഫോണുകളിലെ ബാറ്ററിയുടെ സാധാരണ ചാർജ് എത്രയാണ്? ഉത്തരം 3.6 വോൾട്ട്. ചോദ്യം നമ്പർ 31. കേടുവരാത്ത ഏക ഭക്ഷണ വസ്തു ഏതാണ്? ഉത്തരം തേൻ. അടുത്ത ചോദ്യം, ചീമുട്ടയുടെ ദുർഗന്ധത്തിനു കാരണമായ വാതകമേത്? ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡ്. അടുത്ത ചോദ്യം, മയക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവായ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം അമേരിക്കക്കാരനായ സാമുവൽ ഗുത്രി. അടുത്ത ചോദ്യം, കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കുടുക്കാൻ നോട്ടുകളിൽ പുരട്ടുന്ന രാസവസ്തുവേത്? ഉത്തരം ഫിനോൾഫ്തലിൻ. അടുത്ത ചോദ്യം, ടോർച്ച് ബാറ്ററിയുടെ ചാർജ് എത്രയാണ്? 1.5 വോൾട്ട്. ചോദ്യം നമ്പർ 36. റബ്ബർ പാലിലെ അടിസ്ഥാന ഘടകമേത്? ഉത്തരം ഐസോപ്രീൻ. അടുത്ത ചോദ്യം, ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം മീഥേൻ. ചോദ്യം നമ്പർ 38. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകമേത്? ഉത്തരം ബ്യൂട്ടേൻ. ചോദ്യം നമ്പർ 39. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമേത്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. 40ാമത്തെ ചോദ്യം, സോഡാ വെള്ളത്തിലുള്ള ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. അടുത്ത ചോദ്യം, ലോഹങ്ങളെ പ്രധാനമായും വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതു എങ്ങനെ അറിയപ്പെടുന്നു? ഉത്തരം അയിര്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യം. അടുത്ത ചോദ്യം, മനുഷ്യരുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? ഉത്തരം ഇരുമ്പ്. അടുത്ത ചോദ്യം, ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? പ്രൊപ്പൈൻ, ബ്യൂട്ടീൻ. ചോദ്യം നമ്പർ 46. പാചകവാതത്തിൽ ഏറ്റവും കൂടുതലുള്ള ഘടകമേത്? ഉത്തരം പ്രൊപ്പൈൻ. ചോദ്യം നമ്പർ 47. പാചകവാതക സിലിണ്ടറുകളുടെ ചോർച്ച അറിയാൻ ചേർക്കുന്ന വാതകമേത്? ഉത്തരം മെർക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, ബയോഗ്യാസ്, ഗോബർ ഗ്യാസ് എന്നിവയിലെ പ്രധാന ഘടകമേത്? ഉത്തരം മീഥേൻ. അടുത്ത ചോദ്യം, മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹമേത്? ഉത്തരം ചെമ്പ്. 50ാമത്തെ ചോദ്യം, ഭൂമിയിൽ ഏറ്റവും അപൂർവമായുള്ള മൂലകം ഏതാണ്? ഉത്തരം അസ്റ്റാറ്റിൻ. 50 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.